ഹായ് എവ്രിവൺ, ഈ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ബീഡ് വർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അത് ചെയ്യാനായിട്ട് നമുക്ക് സൂചിയും നൂലും അതുകൂടാതെ കട്ട് ബീഡ്സും സീക്വൻസും ആണ് വേണ്ടത്. ഈ അളവിലാണ് ഞാൻ ഈ ഡിസൈൻ തയ്ച്ചിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം സീക്വൻസ് വെച്ചിട്ട് തയ്ക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ട് സൈഡിൽ നിന്നും സീക്വൻസിൻ്റെ തയ്ച്ചു കൊടുക്കുക. അതാകുമ്പം അത് തുണിയോട് പറ്റിച്ചേർന്ന് ഇരുന്നോളും. ഞാനിവിടെ നേവി ബ്ലൂ കളറിലെ കോട്ടൺ മെറ്റീരിയലിലാണ് ഈ തയ്ക്കുന്നത്. അതുപോലെ ഈ ബ്ലൂ ഷെയ്ഡ് വരുന്ന സീക്വൻസും കട്ട് ബീഡ്സും തന്നെയാണ് തയ്ക്കാൻ എടുത്തേക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ സീക്വൻസ് തമ്മിൽ അകലമിടാതെ അടുപ്പിച്ച് വേണം തയ്ക്കാനായിട്ട്. മൂന്ന് സീക്വൻസ് ഒരുമിച്ച് തയ്ച്ച് ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു ഡിസൈനാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത്. ഈ ഡിസൈൻ തന്നെ ചെറിയ അകലമിട്ട് താഴെയും മുകളിലും താഴെയുമായിട്ട് സിക്സാഗ് ഷേപ്പിൽ വരുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം. സീക്വൻസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കട്ട് ബീഡ്സ് വെച്ചിട്ട് തയ്ക്കാം. നമ്മൾ ഈ വരച്ചിരിക്കുന്ന ഈ ഔട്ട്ലൈനിനുള്ളിലാണ് കട്ട് ബീഡ്സ് വെച്ചിട്ട് തയ്ക്കുന്നത്. അകലം അധികം ഇടാതെ അടുപ്പിച്ചടുപ്പിച്ച് വേണം കട്ട് ബീഡ്സ് വെച്ച് തയ്ക്കാനായിട്ട്. ഈ കട്ട് ബീഡ്സ് ഒക്കെ സാധാരണ സൂചി വെച്ച് തയ്ക്കാൻ വളരെ പാടാണ്, കാരണം കട്ട് ബീഡ്സ് അതിലൂടെ കയറുകയില്ല. അതിനായിട്ട് വളരെ തിന്നായിട്ടുള്ള വേറെ സൂചി വാങ്ങിക്കാൻ കിട്ടും. ആ സൂചി വെച്ചിട്ട് നമുക്ക് ഈ കട്ട് ബീഡ് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ സീക്വൻസ് തയ്ച്ചപ്പോൾ നമ്മൾ കയ്യിൽ ഓരോന്നെടുത്ത് കോർത്താണ് തയ്ച്ചുകൊണ്ടിരുന്നത്. ഈ കട്ട് ബീഡ്സ് തയ്ക്കുമ്പോൾ അങ്ങനെ ഓരോന്നെടുത്ത് കോർക്കാൻ വളരെ പാടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ചെറിയ പാത്രം എടുത്തിട്ട് അതിനകത്ത് ഈ കട്ട് ബീഡ്സ് നിറയ്ക്കുക. എന്നിട്ട് ഈ സൂചി അതിലോട്ടിട്ടൊന്ന് ഇളക്കുക. അപ്പം തന്നെ അതിനകത്ത് കോർത്ത് കയറും കട്ട് ബീഡ്സ്. അങ്ങനെ നമുക്ക് വേഗത്തിലും എളുപ്പത്തിലുമായിട്ട് ഈ കട്ട് ബീഡ്സ് തയ്ച്ച് തീർക്കാൻ സാധിക്കും. ഞാൻ ഈ ഡിസൈൻ യോക്ക് പോർഷനിലാണ് ചെയ്യുന്നത്. നെക്ക് ലൈനിലോ യോക്ക് പോർഷനിലോ എവിടെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ സ്ലീവ്സിലും ഈ ഡിസൈൻ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസൊക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.